ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്കിങ്ങനെ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ടൈമും കിട്ടുന്നില്ല. പിന്നെ കുറച്ച് മടിയാണ്. ലോങ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ക്ഷമ വേണം, പിന്നെ എഡിറ്റ് ചെയ്യാൻ സമയം വേണം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് എനിക്ക് ചെറിയ മടിയും പിന്നെ എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ലോങ് വീഡിയോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് വീഡിയോ ഇങ്ങനെ എടുക്കുന്ന ആലോചിക്കുമ്പോഴാണ് നമ്മൾ മുന്നേ ഒരു പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് ടെക്നോ 259 എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നൊരു കമൻറ്റാണ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനുള്ള റിപ്ലൈ കൊടുക്കാം, വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പലർക്കും ഉപകാരപ്പെടുമായിരിക്കും ഞാൻ വിചാരിച്ചു. ഇത് എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇനി പ്രസവിക്കാൻ പോകുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. നമ്മുടെ ഒരു ലേബർ എക്സ്പീരിയൻസും പിന്നെ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഡെലിവറി പാക്കിംഗ് ഒന്നും ആ ടൈമിൽ എന്താ ചെയ്യാത്തത്. എനിക്ക് പെട്ടെന്നായിരുന്നു ഡെലിവറി ഉണ്ടായത് കേട്ടോ. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ടൈമിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഡെലിവറി പാക്കിംഗ് ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും അറിയണമെന്ന് താഴേക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ പുറത്താട്ടോ ഇരിക്കുന്നത്, സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല സൗണ്ട് വരുന്നുണ്ടാവും. റോഡ് സൈഡ് തന്നെയാണ് വീട്. അപ്പോൾ വണ്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര സൗണ്ടാട്ടോ. അപ്പോൾ ക്ഷമിക്കാം. പിന്നെ കണ്ണനാണെങ്കിൽ ഉള്ളിൽ നല്ല ഉറക്കമാണ്. ഞാനിങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞ ആളെന്തായാലും എണീക്കും. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കണം, ഒരു ലോങ് വീഡിയോ എന്തായാലും എടുക്കണം. പിന്നെ ഷോർട്സ് വീഡിയോ നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പലരും ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് എന്തെങ്കിലും ആയിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് ഒരു ലേബർ റൂം എക്സ്പീരിയൻസ്, എൻ്റെ ലേബർ റൂം എക്സ്പീരിയൻസ് ആട്ടോ. ലേബർ റൂമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇതുണ്ടായില്ല. കാരണം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ പലരും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ. സിനിമയിൽ കാണുന്ന പോലെയൊന്നും അല്ല ലേബർ പെയിൻ അല്ലെങ്കിൽ ലേബർ റൂം. അതൊക്കെ മേലെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ നമ്മൾ പലരോട് ചോദിച്ചാൽ അവർക്ക് ലേബർ റൂം എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോഴാണ് നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ലേബർ റൂം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലേബർ റൂം കണ്ടത് തന്നെ എൻ്റെ ഡെലിവറി സമയത്താട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ PVയെ കുറിച്ച് പറയാം. അതാണ് ഇപ്പോൾ ചേച്ചി ഒരു സംശയം, ലേബർ റൂമിൽ എങ്ങനെ കിടത്തുന്നതെന്ന് പറഞ്ഞു തരുമ്പോൾ പ്ലീസ്. നിങ്ങളുടെ ഹോസ്പിറ്റൽ എങ്ങനെ ആയിരുന്നു, PV എങ്ങനെ ചെയ്യുന്നത്, പെയിൻഫുൾ ആണോ, കാൽ നല്ലോണം മുക്കി എടുക്കുമ്പോൾ കാലിലെടുക്കി ഇടുമ്പോൾ ഡ്രസ്സൊക്കെ എങ്ങനെ, അതൊക്കെയാണ് ഈ ഒരു കമൻറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള റിപ്ലൈ ഞാൻ തരാം കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ലേബർ റൂം അല്ലെങ്കിൽ ലേബർ റൂമിൽ പോകുന്നതിന് മുന്നേ തന്നെ 9ാം മാസത്തിലാണ് നമുക്കിങ്ങനെ PV ചെയ്യുന്നത്. അപ്പോൾ 9ാം മാസത്തിലാണ്, എനിക്ക് 9ാം മാസത്തിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് കേട്ടോ. 9ാം മാസത്തിൽ സ്കാനിങ്ങിന് പോകാൻ പറഞ്ഞു. അങ്ങനെ സ്കാനിങ്ങിന് പോയി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുവരെ നമ്മൾ PV ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്താലോ മോളേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അയ്യോ ഒക്കെ. അപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടോ. എനിക്കിങ്ങനെ എൻ്റെ നെഞ്ചലിങ്ങനെ ഇടിക്കുന്ന കടന്നൊക്കെ ഇടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു പേടിക്കണ്ട മോളൊന്നും ആയില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ബെഡിൽ കിടത്തി അവിടെ ഒരു കർട്ടൻ ഇട്ടു. അമ്മ ഇപ്പറുണ്ട്. ആ കർട്ടൻ മറന്നാൽ നമുക്ക് ആരും കാണില്ല, ഡോക്ടറിന് നമ്മൾ മാത്രമേ ഉണ്ടാവൂ കേട്ടോ. അങ്ങനെ അവരെന്നോട് കാല് പാത്തി വെക്കാൻ പറഞ്ഞു. കാല് നമ്മളിങ്ങനെ വെക്കുമല്ലോ, ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. അത് നിങ്ങൾക്കറിയാമല്ലോ, പലർക്കും അറിയുന്നുണ്ടാവും. അങ്ങനെ കാല് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം PV ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചെയ്യണ്ട ഡോക്ടർ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ നീ എങ്ങനെ പ്രസവിക്കും, ഇപ്പോൾ ഇതിനേക്കാളും വലിയ വേദനയാണ് എന്നെ വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് PV ചെയ്തപ്പോൾ ഞാൻ ഒട്ടും സമ്മതിച്ചിട്ടാണ്. PV ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആ ഒരു ഇറിറ്റേഷനിൽ ആ ഒരു വേദനയിലും ഡോക്ടർ കൈ തള്ളി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ നേരെ നിൽക്ക്, നമുക്കിങ്ങനെ നീ നേരെ നിന്നാലും നമുക്കിങ്ങനെ PV ചെയ്യാൻ പറ്റൂ, എന്നാലേ നിനക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ, നിൻ്റെ കുഞ്ഞിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ഡോക്ടർ PV ചെയ്തപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പെയിന് മാത്രമല്ല ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും.
നമുക്ക് എന്താ അറിയില്ല, പെയിൻ്റെ ഒന്നിച്ച് ഒരു ഇറിറ്റേഷനും ഉണ്ടാവും കേട്ടോ, നമുക്ക് എന്തോ ഒരു ഫീൽ തോന്നും. അപ്പോൾ എനിക്ക് പെയിനും ഉണ്ടായി, അതേപോലെ തന്നെ എന്തോ ഇറിറ്റേഷനും ഉണ്ടായി. എന്നിട്ട് ഞാൻ PV ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മയോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഉണ്ടാവും അമ്മ ഇനി എത്ര ദിവസം വരെ ഇങ്ങനെ PV ചെയ്യും, ഇനി അടുത്ത സ്കാനിങ്ങിൽ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അമ്മ ഒന്ന് പറഞ്ഞിട്ടാട്ടോ, അമ്മ എന്താ പറയണ്ടെന്ന് വെച്ചാൽ ഇനിയും ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ കൂടിയാലോന്ന് വെച്ചിട്ടായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലെത്തിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ആൾ ഡെലിവറി കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എങ്ങനെയാണ് PV ഇപ്പോൾ ഒരു തവണ ചെയ്തിട്ട് വീണ്ടും ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ചെയ്യേണ്ടി വരും, ഇപ്പോൾ ഡെലിവറി ടൈം വരെ ഇടയ്ക്കിടയ്ക്ക് PV അവർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും വേദന സഹിക്കണമെന്ന്. അങ്ങനെ ഞാൻ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്ക് ഈ PV ചെയ്യുന്നതും പിന്നെ ഇനി എങ്ങനെ ഡെലിവറി പെയിൻ സഹിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ അടിച്ച് ചിലപ്പോൾ ഞാൻ ചാവാത്ത തന്നെ ഭാഗ്യമായി കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഒരു പല്ല് വേദന വന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇതാണ്, എന്താ ആ വേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളിങ്ങനെ പ്രസവിക്കുന്ന ഒരവസ്ഥ ആലോചിക്കുമ്പോൾ ഇല്ലേ എനിക്ക് ആ ടൈമിൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഒരാഴ്ചയെല്ലാം ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് കുറച്ച് മാത്രമേ തിന്നല്ലോ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞു കുഞ്ഞിന് വെയിറ്റ് കൂടിയാൽ ഡെലിവറി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ തിന്നുന്നത് കുറച്ചു, കുടിക്കുന്നത് കുറച്ചും അങ്ങനെയെല്ലാം ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ കുഞ്ഞിന് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കുറേ മണ്ടത്തരമെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത സ്കാനിങ്ങിന് പോയപ്പോൾ ഞാൻ എന്തായാലും ധൈര്യത്തോടെ നിന്നു കേട്ടോ. കാരണം ഇനിയും അലറിയാൽ എന്തായാലും ഡോക്ടർ എന്നെ ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു PV ചെയ്തത് നേഴ്സായിരുന്നു കേട്ടോ. ഷീല എന്നാണ് നേഴ്സിൻ്റെ പേര്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഷീലാമ്മയായിരുന്നു ആദ്യം PV ചെയ്തത്. അടുത്ത പ്രാവശ്യം പോയ ശേഷം പിന്നെ ഡോക്ടർ വന്ന് ചെയ്തു. അപ്പോൾ ഞാൻ എന്താ പറയുക നേരെ നിന്നു കേട്ടോ. അവർക്ക് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു. അപ്പോൾ ഇതിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മളെ മനസ്സിനൊന്ന് ഇതാക്കാം, എന്താ പറയുക, മനസ്സിനൊരു ശാന്തത കൊടുക്കുക. നീ എന്തായാലും ഇതിനേക്കാളും വലിയ പെയിൻ നീ സഹിക്കണം, എന്തായാലും നിനക്ക് നിൻ്റെ കുഞ്ഞിനെ വേണ്ടേ, അങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു മനസ്സിനുള്ളിലൊരു ഇത് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ PV ചെയ്യുന്ന ടൈമിൽ ഡോക്ടറോട് പറയാം 1 മിനിറ്റ് ഡോക്ടർ എന്ന് പറയാം. അങ്ങനെ നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ശ്വാസം വലിച്ചിട്ട് ഒന്ന് ഡോക്ടറോട് പറയാം ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഡോക്ടർ ചെയ്യാൻ പോകുന്ന ടൈമിൽ നമ്മളിന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട് ലൂസായിട്ട് നിന്നാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ബലത്തോടെ നിൽക്കുമ്പോഴാണ് നമുക്ക് വേദന കൂടുന്നത്. അതാണ് എനിക്ക് ഫസ്റ്റ് PV ചെയ്യുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട്. ഞാൻ ഭയങ്കര ടൈറ്റായിട്ടാണ് നിന്നത്. അപ്പോൾ ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്ത് വിരൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. നമ്മൾ ലൂസായിട്ട് നിൽക്കുക, കൂളായിട്ട് ലൂസായിട്ട് നിൽക്കുക, അപ്പോൾ വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു കേട്ടോ. റിലാക്സ് ആയിട്ട് ഞാൻ 1 മിനിറ്റ് ഡോക്ടറോട് ചോദിച്ചു. അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ കണ്ണടച്ചു, ലൂസായിട്ട് നിന്ന് കൊടുത്തു കേട്ടോ. അതുകൊണ്ട് എനിക്കങ്ങനെ പെയിനൊന്നും രണ്ടാമത് വന്നില്ല. പിന്നെ എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസമായി, ഇനി ലേബർ പെയിനും എനിക്ക് സഹിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമായി. പിന്നെ PV പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പെയിൻ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും പെയിൻ ഉണ്ടാവും. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല, ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാട്ടെ, എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഇതുണ്ടാവും. കാരണം ലൂസായിട്ട് തന്നെ നമ്മളെപ്പോഴും PV ചെയ്യുമ്പോൾ നിൽക്കണം. ടൈറ്റായിരുന്നാൽ നല്ല വേദന ഉണ്ടാവും കേട്ടോ. അനുഭവം ഗുരുവാണ്. അങ്ങനെ PV ചെയ്തു, വീട്ടിലെത്തിയിട്ട് ഒരു രാത്രിയാകുമ്പോൾ, ഞാൻ പകലായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. പകലൊരു ഉച്ചയാകുമ്പോൾ നമ്മളെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി രാത്രിയല്ല പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്ലഡ് പോകുന്ന കണ്ടു കേട്ടോ. ബ്ലഡ് ഇങ്ങനെ തുള്ളിയായിട്ട് പോകുന്ന കണ്ടു. അപ്പം ഞാൻ ഇതെന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. ഒന്നാമത് ഫസ്റ്റ് ഡെലിവറിയാണ്, ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും എനിക്കില്ല. ഇങ്ങനെ ബ്ലഡ് പോകുന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ബ്ലഡ് പോകുന്ന കണ്ടപ്പോൾ എന്താ സംഭവം എന്നറിയില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് പേടിയായിപ്പോയി, എന്തെങ്കിലും ബ്ലീഡിങ് സംഭവിച്ചോ അങ്ങനെയൊക്കെ പേടിയായിപ്പോയി. പിന്നെ ഞാനിങ്ങനെ നോക്കി, ഇങ്ങനെ കുഞ്ഞ് അനങ്ങുന്നുണ്ടോ. ആ ടെൻഷനിൽ കുഞ്ഞ് അനങ്ങുന്നുമില്ല. നമ്മൾ എത്രത്തോളം ടെൻഷൻ അടിക്കുന്ന ആ ടെൻഷനിൽ നമുക്ക് കുഞ്ഞ് അനങ്ങുന്നുണ്ടാവും, പക്ഷെ നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ രാവിലെയാണല്ലോ സംഭവം. അങ്ങനെ അമ്മ ചൂട് ചായ തന്നു. ആ ചായ കുടിച്ചിട്ട് കുഞ്ഞനങ്ങനെ എനിക്ക് അപ്പോൾ ഭയങ്കര പേടിയായി. ആ ടൈമിൽ ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടാ. അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ബ്ലഡ് കാണുന്നുണ്ട്, എനിക്ക് പേടിയാണെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ രാഹുലേട്ടൻ്റെ കസിനുണ്ട്, അജിത എന്ന് പേര്, ആ ചേച്ചിയോട് ചോദിച്ചു. ആ ചേച്ചി ഇങ്ങനെ ബ്ലഡ് കാണുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ PV ചെയ്തിനോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ PV ചെയ്തിരുന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലഡ് കാണുന്നതെന്ന് പറഞ്ഞു, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ വലിയ ഇതൊന്നും ചെയ്തില്ല. പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ലേബർ പെയിൻ ഉണ്ടായത് കേട്ടോ. PV ചെയ്തിട്ട് പിറ്റേ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ലേബർ പെയിൻ ഉണ്ടായത്.
ഇടയ്ക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് വേദന, 5 മിനിറ്റ് കഴിഞ്ഞ് വേദന കുറയുന്നു, പിന്നെ വീണ്ടും വേദന, വീണ്ടും കുറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയാണ് ഈ ലേബർ പെയിൻ എന്നൊന്നും അറിയില്ല. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തി തന്നെ. എനിക്ക് ഇങ്ങനെയാണ് ലേബർ പെയിൻ എന്നൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് നമ്മൾ ഈ പീരീഡ് ആകുമ്പോൾ സമയത്തൊക്കെ ഉണ്ടാകുന്നില്ലേ, പീരീഡ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരു നടുവേദന, വയറുവേദന, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആദ്യം. പിന്നെ ഇങ്ങനെ വേദന വരുന്ന് പോന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. ഉറങ്ങാനോ അല്ലെങ്കിൽ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനെ പുലർച്ചെ 3 മണിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ അവിടെ നേഴ്സുമാർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ആദ്യം ലേബർ റൂമിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മൾ പ്രസവിക്കുന്ന ആ ഒരു റൂമുണ്ടല്ലോ ലേബർ റൂം, അപ്പോൾ അതിനുള്ള പുറത്തൊരു റൂമുണ്ട്. അവിടെയാണ് ഫസ്റ്റ് നമ്മളെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് നേഴ്സ് വന്നിട്ട് പി വി ചെയ്തപ്പോൾ ബ്ലഡ് കണ്ടു. ബ്ലഡ് നല്ല രീതിയിൽ ആ ടൈമിൽ ലീക്ക് ആകുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നേഴ്സ് എന്നോട് പറഞ്ഞു, നിനക്ക് സമയമായി, ഡെലിവറിക്കുള്ള ടൈമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഒരു എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻസുള്ള ആൻസർ തരാട്ടോ. ബാക്കിയൊക്കെ ഞാൻ പ്രഗ്നൻസി ആ ഡെലിവറി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലേബർ റൂം കണ്ടപ്പോൾ ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കണ്ടപ്പോൾ ഇതാണല്ലേ ലേബർ റൂം, അങ്ങനെ എനിക്ക് ഒരിത് തോന്നി കേട്ടോ. നമ്മളെ സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ വേറെ ഒരാൾ പറഞ്ഞിരുന്ന സംഭവം എന്നല്ല ലേബർ റൂം. നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അനുഭവിക്കണം, ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണം, എന്നല്ലേ നമുക്ക് മാത്രം മനസ്സിലാവും കേട്ടോ. അങ്ങനെ ലേബർ റൂമിൽ പോയപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തല ചുറ്റാൻ പോയി കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു സംഭവം കണ്ടിട്ട് അറിയില്ല, എന്തോ നമ്മൾ വേറെ ഏതോ ലോകത്ത് പോയ പോലെ ഉണ്ട്. അപ്പുറമൊക്കെ കുറേ പേര് കിടക്കുന്നുണ്ട്. പിന്നെ ഓരോരാളെ കിടക്കുന്ന സൈഡ് ഇങ്ങനെ ഒരു മറ പോലെ കർട്ടനൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ട്, ബെഡ്, പിന്നെ ലൈറ്റ്, അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പേടി പോലെ തോന്നി. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് തല ചുറ്റാൻ പോയി. അപ്പോൾ 2 നേഴ്സുമാർ പിടിച്ചിട്ട് എന്നെ ബെഡിൽ കിടത്തി കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ആ ടൈമിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. പെയിൻ സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ട് ആ ടൈമിൽ എന്താ പറയുക, നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് പ്രസവിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ ചത്തുപോയി എന്നൊക്കെ അങ്ങ് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്രയും നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര അഭിനേത്രിയായിരുന്നു കേട്ടോ ആ ടൈമിൽ. അഭിനയത്തിന് വെച്ചാൽ എനിക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിലും ഒരിക്കലും പുറത്ത് കാണിക്കരുത്, ഉള്ളിൽ തന്നെ സ്വയം കരയണം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്ന ആളാട്ടോ ഞാൻ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരച്ചിൽ വരുമ്പോൾ ഞാൻ ഉള്ളിൽ കരയും കേട്ടോ. പുറത്ത് കാണിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് കരയുന്ന ഒരാളെ മുന്നിൽ വെച്ച് കരയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതിൽ വന്നൊരു കമൻറ്റാണ്, ഡ്രസ്സൊക്കെ എങ്ങനെയാണ് ലേബർ റൂമിൽ പോകുമ്പോഴുള്ള ഡ്രസ്സൊക്കെ എങ്ങനെയാണ്. ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അവർ അവിടുന്നൊരു എന്തോ ഒരു ബാക്കിൽ കിട്ടുന്നൊരു ഡ്രസ്സ് തരും കേട്ടോ. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സൊന്നും നമ്മൾ ലേബർ റൂമിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇട്ട ഡ്രസ്സ് നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ഡെലിവറി ടൈം ആകുമ്പോൾ അവർ മാറ്റി തരും കേട്ടോ. അപ്പോൾ ഒരു ബാക്കിൽ കിട്ടുന്ന ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കാണിച്ചത് കാസർഗോഡ് യുണൈറ്റഡ് ഹോസ്പിറ്റലാണ്, വീണ മഞ്ജുനാഥാണ് ഡോക്ടർ. അപ്പോൾ ആടെ ഇങ്ങനെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്, ബാക്കിൽ കിട്ടുന്ന ഒരു ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ നമ്മുടെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു കമൻറ്റിലുള്ള റിപ്ലൈ തരാമെന്ന്. എന്താ വെച്ചാൽ പലർക്കും ഇത് ഉപകാരപ്പെടും. ഇനി പ്രസവിക്കാൻ പോകുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾക്ക് PV ഒക്കെ ചെയ്യുന്നതിനുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ. ആദ്യം എനിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ എനിക്കത് ആലോചിക്കും. ഞാൻ ആ ടൈമിൽ പ്രസവത്തിൻ്റെ ആ ടൈമിൽ ഡെലിവറിയുടെ ടൈമിൽ വിചാരിച്ചു എന്നെ അടുത്ത കുഞ്ഞൊന്നും വേണ്ടാന്ന്. പക്ഷേ ഇപ്പം നമുക്കത് ചിന്തിക്കുമ്പോൾ ചിരി വരും കേട്ടോ. ഇപ്പം നമുക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല. നമുക്ക് അടുത്ത കുഞ്ഞായാലും അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ കുഞ്ഞായാലും ഒന്നും പ്രശ്നമില്ലാന്ന് തോന്നും കേട്ടോ. ആദ്യം നമുക്കൊരു ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പേടിയും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. എനിക്ക് പേടി ഉണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ നല്ല മെലിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. കല്യാണത്തിന് മുമ്പ് അത്, ഇപ്പോഴും അത്, അപ്പോഴും അത്, എപ്പോഴായാലും ഞാൻ മെലിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു നിനക്ക് പ്രസവിക്കാൻ പറ്റുമോ, നീ മെലിഞ്ഞിട്ടല്ല, നിനക്ക് ആരോഗ്യമൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. എന്താ വെച്ചാൽ പേടിയല്ല, ഒരു എന്തോ സങ്കടം ടെൻഷനും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് തോന്നി, ഞാനിത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല മോളെ, ഇപ്പോൾ നിന്നെക്കാളും മെലിഞ്ഞിട്ടുള്ള ആളെ പ്രസവിക്കുന്നില്ല, നിൻ്റെ അമ്മ മെലിഞ്ഞിട്ടല്ലേ ഉണ്ടായത്, അപ്പം അമ്മ പ്രസവിച്ചിട്ട് നിൻ്റെ അമ്മ 4 പിള്ളേരെ പ്രസവിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിനെ കുറിച്ച്, നമ്മുടെ ബോഡി ഷേമിങ് ഇപ്പോൾ പലർക്കും ഉണ്ടാവാറുണ്ടല്ലേ. എനിക്ക് തോന്നും എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബന്ധുക്കളാണെങ്കിൽ നാട്ടുകാരാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാനതൊന്നും കേൾക്കല്ല കേട്ടോ. ഞാൻ ഈലേ കേട്ടിട്ട് ഈലേ വിടുന്ന ഇപ്പോൾ അങ്ങനെ ഒരാളാട്ടോ ഞാൻ.
അതുകൊണ്ട് എനിക്കിപ്പോൾ പ്രശ്നമില്ല. പക്ഷേ പ്രഗ്നൻ്റ് ആയ സമയത്ത് മെലിഞ്ഞിട്ടാണ്, വയറില്ല, പിന്നെ അതില്ല ഇതില്ല ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഇപ്പം എനിക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ നല്ല ആരോഗ്യത്തോടെ നിന്നാൽ മതി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കണ്ട കേട്ടോ. നമ്മൾ നമുക്കായിട്ട് ജീവിക്കാം. അല്ലാതെ നമ്മൾ അവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ആലോചിച്ചാൽ നമുക്ക് പിന്നെ ഭ്രാന്ത് പിടിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇപ്പോൾ നിങ്ങൾക്കും എന്നെ പോലെ ഒരു അനുഭവം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ പലർക്കും വേറെ രീതിയിലുള്ള അനുഭവമൊക്കെ ഉണ്ടാവും, ചിലർക്ക് നല്ല രീതിയിലുള്ള അനുഭവമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.